ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എയർ ഡ്രോപ്പ് ക്യാമ്പയിനാണ്, ഒപ്പം തന്നെ ടെലിഗ്രാം ഗെയിമും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന എയർ ഡ്രോപ്പ് ക്യാമ്പയിനാണ്. ഗെയ്സ് നെറ്റ്വർക്കിൻ്റെ എയർ ഡ്രോപ്പ് ക്യാമ്പയിനാണ് നോക്കുന്നത്. അതിനായിട്ട് സൈറ്റിലേക്ക് പോവുക ഗെയ്സിൻ്റെ. ദെൻ നമുക്ക് വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യണം. 2 വാലറ്റാണ് കണക്ട് ചെയ്യാനായിട്ടുള്ളത്, ബിറ്റ് കോയിനും അതേപോലെ തന്നെ EVM-ഉം. അപ്പോൾ ബിറ്റ് കോയിൻ വാലറ്റ് നമ്മൾ യൂണിസാറ്റ് വാലറ്റ് കൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. യൂണിസാറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വാലറ്റ് ഇല്ലാത്തവർ അത് കയറി ചെക്ക് ചെയ്യുക. ദെൻ നമുക്ക് യൂണിസാറ്റിൻ്റെ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് EVM വാലറ്റ് കണക്ട് ചെയ്യണം. EVM വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ മെറ്റാമാസ്കാണ് യൂസ് ചെയ്യുന്നത്. മെറ്റാമാസ്ക് യൂസ് ചെയ്തുകൊണ്ട് EVM വാലറ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 2 വാലറ്റും കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഗാലക്സി ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 2 വാലറ്റും കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് EVM ബൈൻഡ് ചെയ്യണം. EVM ബൈൻഡ് ചെയ്യാനായിട്ട് EVM ബൈൻഡ് കൊടുക്കുക. ദെൻ നമുക്ക് ബൈൻഡ് ചെയ്യാം. ഇവിടെ എത്രത്തോളം ബാഡ്ജസ് നിങ്ങൾ കളക്ട് ചെയ്യുന്നു അത്രത്തോളം പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഏൺ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ NFTകളുണ്ട്. NFTs കളക്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാഡ്ജസ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ താഴെ കഴിയുമ്പോൾ EVM ടാസ്ക് ബാഡ്ജസ് കണ്ടോ. ഇവിടെ ആയിട്ട് ഗാലക്സി ടാസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്, ടാസ്ക് ഉണ്ട് കണ്ടോ. അങ്ങനെ റെഫറൽ ബാഡ്ജസ്, ഇങ്ങനെ കുറേ ബാഡ്ജസ് നമുക്ക് ഏൺ ചെയ്യാൻ കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബാഡ്ജസ് കളക്ട് ചെയ്യുന്നതോറും നമുക്ക് പോയിൻറ്റ്സ് ഓൺ ആയിക്കൊണ്ടിരിക്കും. ഇതെവിടെ കംപ്ലീറ്റ് ഗാലക്സ് ടാസ്ക് ഓണെന്ന് കിടക്കുന്നുണ്ട്. അവിടെ ആയിട്ട് ജോയിൻ ടാസ്ക് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഗാലക്സ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ജോയിൻ ടാസ്ക് കൊടുക്കുക, ഗോ ഗാലക്സ്. ഇനി നമുക്കിവിടെ പ്രൊഫൈൽ എടുത്തിട്ട് സെറ്റിങ്സിലേക്ക് പോകണം. നമുക്കിവിടെ ബിറ്റ് കോയിൻ വാലറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനായിട്ട് വാലറ്റ് അഡ്രസ്സ് എടുക്കുക. വാലറ്റ് അഡ്രസ്സ് എടുത്തതിന് ശേഷം ഇവിടെ ആയിട്ട് നമ്മൾ ആഡ് അഡ്രസ്സിൻ്റെ അവിടെ ബിറ്റ് കോയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബിറ്റ് കോയിൻ സെലക്ട് ചെയ്തിട്ട് യൂണിസാറ്റ് വാലറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വാലറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ടാസ്കുകളെല്ലാം ചെയ്യാം. ഇതെല്ലാം സിമ്പിൾ ടാസ്കുകളാണ്. ഓരോ ടാസ്കുകളും ചെയ്യുക. 130 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ക്ലെയിം ആവും. അപ്പോൾ ആ 130 പോയിൻറ്റ് ക്ലെയിം ചെയ്യുക. ഇനി ഇതിനകത്ത് ക്വിസ് ഉണ്ട്. ഈ ഒരു ക്വിസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ക്വിസിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ആ ഒരു ക്വിസിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് 17,000 പോയിൻറ്റ്സ് 17,000 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ 2 ബാഡ്ജ് ആണ് ആയിട്ടുള്ളത്, റെഫറൽ ബാഡ്ജും അതേപോലെ തന്നെ ഗാലക്സ് ബാഡ്ജും. നിങ്ങൾക്ക് എത്രത്തോളം ബാഡ്ജസ് കളക്ട് ചെയ്യാവോ അത്രയും ബാഡ്ജസ് കളക്ട് ചെയ്യുക. അപ്പോൾ ഇതിനി ഒരു 36 ദിവസവും കൂടെ ഉള്ളൂ. ഞാൻ വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ആ ഒരു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ എയർ ഡ്രോപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെലിഗ്രാം ഗെയിം നോക്കാം. ഓക്കെ, ഇതൊരു ടെലിഗ്രാം ഫാമിംഗ് ഗെയിമാണ്. വിസ്വുഡ് എന്ന് പറയും ഗെയിമിൻ്റെ പേര്. ഇപ്പോൾ ടെലിഗ്രാം ബോട്ടുകളുടെ കാലമാണല്ലോ. ഹാംസ്റ്റർ, കോമ്പാക്റ്റ്, നോട്ട്, ഇതുപോലത്തെ കുറേ ടെലിഗ്രാം ബോട്ടുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഗെയിംസ് ആയിട്ട് കളിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടാബി ചെയിൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിംഗ് ഗെയിമാണ് വിസ്വുഡ്. നല്ലൊരു ഫാമിംഗ് ഗെയിം തന്നെയാണ്. വിസ്വുഡിൻ്റെ ടോക്കൺ വരുമ്പോൾ അത് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിന് സഹായിച്ചേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കളിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ വിസ്വുഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളിക്കാം. ആദ്യം തന്നെ ലിങ്കിൽ കയറുക, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് അവർ പറയുന്ന 2 ചാനൽസ് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ 2 ടെലിഗ്രാം ചാനൽസാണ്. അപ്പോൾ ജോയിൻ ചെയ്യുക, ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് എൻ്റർ ആകുമ്പോൾ തന്നെ 600 ഗോൾഡ് കോയിൻസും 2000 സിൽവർ കോയിൻസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ദെൻ അവർ ട്യൂട്ടോറിയൽ കാണിക്കും. ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കളിച്ചു തുടങ്ങാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ് ഗൈസ്. നമ്മൾ ഈ സൺഫ്ലവർ ലാൻഡ് കൂട്ടൊക്കെ തന്നെയാണ്. സൺഫ്ലവർ ലാൻഡ് കളിച്ചിട്ടുള്ളവരാ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. സെയിം അതുപോലെ തന്നെയാണ്. നമ്മൾ എത്രത്തോളം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് കൾട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ സൺഫ്ലവർ ലാൻഡിൽ അങ്ങനെ ആയിരുന്നല്ലോ. സോ അതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. നമ്മുടെ ലാൻഡ് നമ്മൾ വലുതാക്കിക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ലാൻഡ് വലുതാക്കിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ലെവൽസും അപ്പാവുന്നത്. അങ്ങനെ ലെവൽ 30 ആകുമ്പോൾ അവരുടെ ഗവേണൻസ് ടോക്കൺ നിങ്ങൾക്ക് മൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും.
സോ 30 ലെവൽ ആയതിനു ശേഷം മാത്രമേ അത് മൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ടോക്കൺ ആയിരിക്കും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുക. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുക, മാക്സിമം എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് കളിക്കുക. ഓക്കെ, ഈസിയാണ്, മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവരുടെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഡെയിലി ടാസ്ക് ഉണ്ടായിരിക്കും, അതുപോലെ ട്വിറ്റർ ടാസ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പുള്ള എയർ ഡ്രോപ്പുകളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവർ പറയുന്ന പോലെ ഫോളോ റീട്വീറ്റിങ്ങുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. സോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആ ഒരു ഗെയിം നല്ല രീതിയിൽ കളിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്.